സന്മനസ്കരെ സല്യൂട്ട്. ആലപ്പുഴ ജില്ലയിലുള്ള കൈതവന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൃപാഭവനം എന്ന റിട്രീറ്റ് സെന്റർ ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ഒരു മതപഠന കേന്ദ്രമാണ്. 2010 ഒക്ടോബർ മാസം 15 മുതൽ 17 വരെ കുട്ടികൾക്കായി ഒരു വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. ഏകദേശം 60 കുട്ടികളോളം പങ്കെടുത്തിരുന്നു. പൂജ ഹോളിഡേയ്സിന്റെ സമയമായിരുന്നത് കൊണ്ട് അത്രയധികം കുട്ടികൾക്ക് അവിടെ വന്ന് താമസിച്ച് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഗ്രൂപ്പാണ്. 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായമായ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. മതപരമായ പഠനമാണെങ്കിലും അവരുടെ വ്യക്തിത്വ വികസനത്തിനും കൂടെ ഊന്നൽ നൽകിയുള്ള ഒരു പഠനമായിരുന്നു. ഇതിന്റെ ചാർജുള്ള ഒരു മുതിർന്ന ഒരു ഫാദറും പിന്നെ ഒരു ചെറിയ ഫാദറും കൂടാതെ ഒരു 4-5 സിസ്റ്റർമാരും കന്യാസ്ത്രീമാരും അതൊക്കെ ചേർന്ന് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. ഇതിൽ പങ്കെടുത്ത ശ്രേയ ബെന്നി എന്ന പേരുള്ള 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 17-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി ആ ഒരിടത്തിൽ തന്നെയുള്ള ഒരു കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. രാവിലെ 7 മണി തൊട്ട് കുട്ടിയെ കാണാനില്ല എന്ന പരാതി ഉയർന്നു വന്നപ്പോൾ അതിനെ തുടർന്നുള്ള പരിശോധനയിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കുളത്തിൽ നിന്ന് കിട്ടിയത്. ക്ലാസ് നടത്തുന്നത് ചാപ്പലിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഹാളിൽ വെച്ചിട്ടായിരുന്നു. കുട്ടികൾ താമസിച്ചിരുന്നത് ആ പറമ്പിൽ തന്നെയുള്ള വിവിധ കോട്ടേജുകളിലായിട്ടായിരുന്നു. ശ്രേയ ബാക്കി 10 കുട്ടികളുമായി ചേർന്ന് ഒരു ക്വാർട്ടേഴ്സിലും ശ്രേയയുടെ സിസ്റ്ററും അതിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ വേറൊരു കോട്ടേജിലാണ് താമസിച്ചിരുന്നത്. ഒരു സിസ്റ്ററിന് ഈ 11 കുട്ടികളുടെയും ചുമതല ഉണ്ടായിരുന്നു. ഈ കോട്ടേജിന്റെ വാതിൽ അകത്ത് നിന്ന് കുറ്റിയിടാൻ പറ്റാത്ത രീതിയിൽ കുറ്റി ഇളകി കിടക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഫിക്സ് ചെയ്യാനോ കുറ്റിയിട്ട് സുരക്ഷിതമാക്കാനോ ആരും ശ്രമിച്ചില്ല. രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടി അവിടെ നിന്ന് കോട്ടേജിൽ നിന്ന് എണീറ്റ് കുറച്ച് നടന്ന് എങ്ങനെ ഈ കുളത്തിൽ വരെ എത്തി എന്നുള്ളത് ദുരൂഹമായ വിഷയമായിരുന്നു. എന്തായാലും സൗത്ത് പോലീസ് ഈ കേസ് അന്വേഷിച്ചിട്ട് ഈ കുഞ്ഞിന് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന ശീലമുണ്ടായിരുന്നു. സൊമനാംബുലിസം എന്ന് പറയും, അതായത് സ്വപ്നാടനം. ആ ഒരു ശീലത്തിന്റെ ഇടയ്ക്കൂടെ ഉറക്കത്തിൽ എണീറ്റ് ഇങ്ങനെ നടന്ന് അവിടെ ഇവിടെയൊക്കെ പോയപ്പോൾ കാല് വഴുതി കുളത്തിൽ വീണ് മരിച്ചതാണ് എന്നാണ് അപകടമായിട്ട് സംഭവിച്ച ഒരു മരണം എന്നുള്ള മട്ടിൽ അവരത് എഴുതിത്തള്ളാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പ്രതിഷേധിച്ച് അത് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വന്നു. അങ്ങനെ നവംബർ മാസം 2010 ഞാൻ അവിടെ ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന സമയത്താണ് ഈ കേസ് എനിക്ക് എന്റെ കീഴിലുള്ള ഒരു ടീമിന്റെ അന്വേഷണത്തിലേക്ക് വരുന്നത്. ഇന്ന് കൊല്ലം SP ഹോമിസൈഡ് ആൻഡ് ഹേർട്ട് വിങ്ങിന്റെ SP ആയിരുന്ന ഓഫീസറുടെ കീഴിൽ ഒരു DYSP ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പുറത്തു വന്നു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ശ്രീലേഖ ഈ കേസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കണം, ഒരുപാട് പരാതികളുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥലവും കൂടെയാണല്ലോ ആലപ്പുഴ, അതുകൊണ്ട് ധൈര്യമായിട്ട് അന്വേഷണം നടത്തിക്കൊള്ളൂ, എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു, DGP പുനു സാറായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു എന്നെ. ഞാൻ പോയി സ്ഥലം കാണുകയും കുട്ടിയുടെ വീട്ടുകാരെയും അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഈ കേസ് ഇപ്പോ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അന്വേഷണം തീർന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ പേരുകൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. മരിച്ചുപോയ ഈ കുട്ടിയുടെ പേര് മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ. പക്ഷെ എന്റെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ കുഞ്ഞടക്കമുള്ള കുറെ കുട്ടികൾ പങ്കെടുക്കുന്ന ക്ലാസ്സുകളിൽ ഒരു ക്ലാസ് നടത്തിയിരുന്നത് ചെറിയ അച്ഛനായിരുന്നു. ഈ ചെറിയ അച്ഛൻ ആ സമയത്ത് ഈ കുട്ടിയോട് ഒരു പ്രത്യേക താല്പര്യം കാണിച്ചതായിട്ട് പല കുട്ടികളും പറഞ്ഞു. അടുത്ത് വന്ന് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുക മാത്രമല്ല, ഒരവസരത്തിൽ അച്ഛന്റെ മടിയിൽ പിടിച്ചിരുത്തി എന്തൊക്കെയോ രഹസ്യമായിട്ട് പറയുന്നത് കേട്ടു എന്നും ഒരു കുട്ടി പറഞ്ഞു. ഇവർ കിടന്നിരുന്ന മുറിയുടെ കുറ്റി അകത്ത് നിന്ന് ലോക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവർ വാതില് രാത്രി അടച്ച ശേഷം അവരുടെ ബാഗുകൾ അവിടെ ചാരി വെച്ച് ആരും പുറത്തു നിന്ന് തുറന്നു വരാതിരിക്കാനായി ബാഗുകൾ ഇങ്ങനെ വെച്ചാണ് സുരക്ഷിതത്വം ഉണ്ടാക്കിയിരുന്നത് എന്ന് പറഞ്ഞു. അവർക്ക് കൂടുതൽ പേടി ഇഴജന്തുക്കളെയായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ തുറന്നു കിടക്കുന്ന വാതിലൂടെ എന്തെങ്കിലും ഇഴജന്തുക്കൾ വന്നാലോ എന്നുള്ള പേടിയിലാണ് ഇങ്ങനെ ബാഗ് വെച്ച് അടച്ചിരുന്നത്. ആ കോട്ടേജിന്റെ ചുമതല ഉണ്ടായിരുന്ന സിസ്റ്റർ ഒരു യുവതിയായിരുന്നു. ആ സിസ്റ്ററെ ചോദ്യം ചെയ്തി പറഞ്ഞത് രാത്രി 8:30-9 കൂടി ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞാൻ അകത്ത് വന്ന് ഇതുപോലെ വാതിൽ ചേർത്തടച്ച് ബാഗുകൾ വെച്ച് സുരക്ഷിതമാക്കിയ ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി.
പിന്നീട് പിറ്റേ ദിവസം രാവിലെ 6 മണി അടുപ്പിച്ച് 6:30 അടുപ്പിച്ച് ഞാൻ എണീറ്റ് പോയി. ഞാൻ ആരെയും അവിടെ മിസ്സിംഗ് ആണെന്നുള്ള കാര്യമൊന്നും അറിഞ്ഞില്ല. 7 മണിക്കാണ് എന്നോട് ഏതോ ഒരു കുട്ടി വന്ന് പറയുന്നത് സ്നേഹയെ കാണാനില്ല എന്ന്. ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചു, കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചു. അവസാനം ഒരിടത്തും കാണാനിട്ട് നാട്ടുകാരെല്ലാവരും കൂടെ വന്നിട്ട് ആരോ മുങ്ങി തപ്പി എടുത്തിട്ടാണ് കുളത്തിൽ നിന്ന് കുട്ടിയെ കിട്ടിയത് എന്ന് പറഞ്ഞു. അവിടെ ഒരു ഹൗസ് കീപ്പർ, അതായത് പാചകം ചെയ്യുന്നതും സുരക്ഷിതത്വത്തിനും ഒക്കെ ആയിട്ട് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീ പറഞ്ഞത് ശ്രേയെ കാണാതാവുന്നതിന്റെ തലേന്ന് ഏകദേശം ഒരു 1:30 മണിയോടടുപ്പിച്ച്, അതിരാവിലെ പുലർച്ചെ 1:30-2 മണിയോടടുപ്പിച്ച് അവിടെ ക്യാമ്പസിൽ വളർത്തിയിരുന്ന ഒരു അൽസേഷൻ നായ കൂട്ടിലാണ് കെട്ടിയിട്ടാണ് വളർത്തിയിരുന്നത്, കൂട്ടിക്കിടക്കുകയായിരുന്നു. അത് ഭയങ്കരമായി കുഴയ്ക്കുന്ന ഒച്ച കേട്ടിട്ട് ഈ സ്ത്രീ എണീറ്റ് ലൈറ്റൊക്കെ ഇട്ട് നോക്കി. വലിയ അച്ഛനാണല്ലോ ഇതിന്റെ ചാർജ്, അതുകൊണ്ട് അച്ഛനെ പോയി തട്ടി വിളിക്കുകയും ഫോൺ ചെയ്യുകയൊക്കെ ചെയ്ത് ഉണർത്തിയിട്ട് പറഞ്ഞു, അച്ഛൻ ഈ പട്ടി കിടന്ന് വല്ലാതെ കുരയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ടോർച്ച് അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് എല്ലായിടത്തും പോയി നോക്കി. ആ ശ്രേയ കാണപ്പെട്ട കുളത്തിന്റെ വളരെ അടുത്തായിട്ടാണ് പട്ടിയുടെ കൂട്. അപ്പൊ നായുടെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒച്ച കേട്ടപ്പോൾ അച്ഛൻ അവിടെയൊക്കെ പോയി ടോർച്ച് അടിച്ച് പരിശോധിക്കുകയും പല കോട്ടേജിൽ പോയി തട്ടി വിളിച്ച് എല്ലാം ഓക്കെ ആണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ഈ കോട്ടേജിലെ ശ്രേയ കിടന്ന കോട്ടേജിലും പോയി തട്ടി വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് എന്ന് ആ സ്ത്രീ പറഞ്ഞു. പക്ഷെ അത് ആദ്യം ആ സിസ്റ്റർ സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് സിസ്റ്റർ പറഞ്ഞു, ആ ശരിയാണ്, രാത്രി വന്ന് ഇതുപോലെ അച്ഛൻ തട്ടി വിളിച്ചു, ഞാൻ തുറന്ന് നോക്കി, ചോദിച്ചു എന്താന്ന് ചോദിച്ചോ, പറഞ്ഞു എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ശരി എല്ലാവരും ഉണ്ട് അച്ഛൻ, ഇവിടെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അച്ഛൻ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഞങ്ങൾ വലിയ അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛനും ഇത് ശരിയാണ് എന്ന് പറഞ്ഞു. അച്ഛൻ അവിടെ രാത്രിയിൽ പോയി ശബ്ദം കേട്ട് പോയി നോക്കി. നല്ല രീതിയിൽ നടക്കുന്ന ക്ലാസ്സാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ രാത്രിയിൽ ഇങ്ങനെ പട്ടി വല്ലാതെ കുരയ്ക്കുന്നത് കേട്ടപ്പോൾ അച്ഛൻ പോയി എല്ലാവരും നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് തിരിച്ചു വന്ന് കിടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ഒരു 6-6:30 ആയപ്പോൾ എണീറ്റപ്പോഴാണ് ഈ കുട്ടിയെ കാണുന്നില്ല എന്നുള്ള വിവരം പറഞ്ഞ് തെരച്ചിൽ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. ചെറിയ അച്ഛനൊന്നും അറിയാത്ത മട്ടിൽ ഉറങ്ങുകയായിരുന്നു എന്ന് ചെറിയ അച്ഛനും പറഞ്ഞു. അച്ഛനോട് ഈ ശ്രേയ എന്ന് പറയുന്ന കുട്ടിയെ മടിയിലിരുത്തി ചോദ്യം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായിരുന്നു ഈ കുട്ടിയോട് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ അയാള് കൈ കഴുകി. എനിക്ക് ഈ കുട്ടിയെ അറിഞ്ഞു പോലും ഇല്ല, ഓർമ്മയില്ല. ഒരുപാട് കുട്ടികളില്ല, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുട്ടിയെ മാത്രം ഞാൻ എങ്ങനെ ഓർക്കുന്നത്, ആരാ സ്നേഹം എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു മട്ടിൽ അദ്ദേഹം കൈ കഴുകി. കോട്ടേജിൽ നിലത്ത് വിരിച്ചിട്ടാണ് കുട്ടികൾ കിടന്നിരുന്നത്. ശ്രേയയുടെ തൊട്ടടുത്തിരുന്ന കുട്ടി പറഞ്ഞു രാത്രിയിൽ എന്തൊക്കെയോ ഇങ്ങനെ അനക്കം കേട്ട് നോക്കുമ്പോൾ ഒരു 12:30 ആയിട്ടുണ്ടാവും, 1 മണി അടുപ്പിച്ച സമയമാണ്. ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ശ്രേയ എണീറ്റിരുന്ന് മുടിയൊക്കെ ചീകിക്കെട്ടി മുടിപ്പൊക്കെ ശരിയായിട്ടിട്ട് എവിടെയോ പോകാനായിട്ട് റെഡി ആവുന്നത് പോലെ ഒരുങ്ങുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എവിടെ പോവാന്ന് ചോദിച്ചപ്പോ അതിന്റെ ഒന്നുമില്ല, ഞാനൊന്ന് ഉണർന്നപ്പോ എണീറ്റ് മുടിയൊക്കെ ചീകിക്കെട്ടിയതാണ് എന്ന് പറഞ്ഞു. അതാണ് അവസാനമായിട്ട് ഈ കുട്ടിയെ ജീവനോടെ കണ്ടിരിക്കുന്നത്. അപ്പൊ ശ്രേയ എവിടെ പോകാൻ വേണ്ടി റെഡി ആകുന്നു എന്നുള്ള ഒരു മൊഴി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ശ്രേയയുടെ മൃതദേഹം കുളത്തിൽ നിന്ന് പൊക്കിയെടുത്ത ആൾക്കാര് ഞങ്ങളോട് പറഞ്ഞിരുന്നു കുട്ടി വളരെ സ്റ്റിഫായിട്ടാണ് കാണപ്പെട്ടത്. നമ്മൾ മുങ്ങിച്ചാവുമ്പോ വെള്ളത്തിൽ കുറച്ചു നേരം കിടന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധക്കാരന്റെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു പുസലാനിമസ് പൊസിഷൻ എന്ന് പറയും, ആ ഒരു പൊസിഷനിലേക്ക് ബോഡി വരും. അതിന്റെ പ്രാരംഭ ഘട്ടത്തിലായിരുന്നു ആ കുഞ്ഞിന്റെ ശരീരം കിടന്നിരുന്നത്. ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം ഈ കുട്ടി വെള്ളത്തിനടിയിൽ കിടന്നിട്ടുണ്ടാവും. ശരീരം അഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു റിഗർ മോർട്ടിസിന്റെ ആരംഭം തുടങ്ങിയിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം ഇരുന്നിരുന്നത്. കൂടാതെ അതിന്റെ ചുണ്ടിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു, കീഴ് ചുണ്ടിൽ നിന്ന് ഇങ്ങനെ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഈ കുഞ്ഞ് ഡ്രൗണിങ് ആണ്, വെള്ളം അകത്ത് ചെന്ന് ലങ്സിലും വയറ്റിലും ഒക്കെ വെള്ളം കയറി മരിച്ചതാണ്. പക്ഷെ ഇതിന്റെ ചുണ്ടിന്റെ അകഭാഗത്ത്, കീഴ് ചുണ്ടിന്റെ അകഭാഗത്ത് ഇങ്ങനെ നീളത്തിലൊരു മുറിവ് ഉണ്ട്, അത് നല്ല ആഴത്തിലുള്ള മുറിവാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നാണ് രക്തം പുറത്തോട്ട് വന്നത്. ആ ഒരു മുറിവ് അതിന്റെ ശരീരത്തിലുണ്ട്. അപ്പൊ എന്താണ് ഈ മുറിവ് വരാൻ കാരണമെന്ന് അന്വേഷിച്ചപ്പോ അവിടെ ആശ്രമത്തിലുള്ള ആൾക്കാർ പറഞ്ഞു അത് കുളത്തിൽ കിടന്നതല്ലേ, മീൻ കടിച്ചതായിരിക്കുമെന്ന്. അപ്പൊ മീൻ ഉണ്ടോ എന്നറിയാനായിട്ട് ഞങ്ങൾ കുളം വറ്റിച്ചു നോക്കി. അപ്പൊ അതിനകത്തുനിന്ന് വളരെ ചെറിയ കുറച്ച് കപ്പി പോലെയുള്ള ഒരു കൂത്താടിയൊക്കെ പോലെയുള്ള മീനുകളല്ലാതെ വലിയ മീനിനെ ഒന്നും കണ്ടില്ല. നിറയെ പായലും ഒക്കെ കിടക്കുന്ന ഒരു വെള്ളമാണ്, പക്ഷെ മീനൊന്നും ഉള്ള വെള്ളമല്ല. കുഞ്ഞു മീനുകള് എന്തിനാണ് വായിക്ക് അകത്തു പോയി അതിന്റെ ചുണ്ടിന്റെ അകവശം ഇങ്ങനെ കടിച്ചു മുറിക്കുന്നത് ഒരേ രീതിയിൽ എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഫോറൻസിക് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ചിലപ്പോൾ ആരെങ്കിലും കടിച്ചതിന്റെ പാടായിരിക്കും, ചുണ്ടിലാണെങ്കിലും കടിച്ച് അതിനെ ചുംബിക്കാനോ മറ്റോ ശ്രമിച്ചപ്പോൾ അതിന്റെ ചുണ്ടിൽ കടിച്ചിങ്ങനെ വലിച്ച് അതിങ്ങനെ റെസിസ്റ്റ് ചെയ്തപ്പോൾ അതിനെ വീണ മുറിവായിരിക്കാം എന്ന് ഞങ്ങളോട് ഒരു ഡോക്ടർ പറഞ്ഞായിരുന്നു.
അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴും ഞങ്ങൾക്ക് ഈ ചെറിയ അച്ഛനോടുള്ള സംശയം കുറച്ചുകൂടെ കൂടി വന്നു. സമീപത്തുള്ള ഒരു ആള് ഒരു കട നടത്തുന്ന ഒരാൾ പറഞ്ഞു അയാൾക്ക് ഒരു ഓട്ടോറിക്ഷയും കൂടെ ഉണ്ട്. അപ്പൊ ഓട്ടോറിക്ഷയുടെ ഓട്ടം കഴിഞ്ഞ് രാത്രിയിൽ ഒരു 1:30 മണി അടുപ്പിച്ച് അയാള് ഈ സ്ഥലത്ത് കൃപാഭവന്റെ മുമ്പിൽ കൂടെ പോയപ്പോ അവിടെ ബെന്നി ശ്രേയയുടെ അച്ഛൻ അതിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു എന്ന് ഒറ്റയ്ക്ക്. അയാൾ സ്കൂട്ടറിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു എന്ന് അയാൾ ഓട്ടോ ഓടിച്ചോണ്ട് പോവുമായിരുന്നു. അപ്പൊ അയാൾ വിചാരിച്ചു മനസ്സിൽ എന്തിനാണ് ബെന്നി ഈ സമയത്ത് അവിടെ നിൽക്കുന്നത് എന്ന് ബെന്നിയോട് ചോദിച്ചു, നിങ്ങൾ അവിടെ എന്തുകൊണ്ടാണ് രാത്രിയിൽ പോയത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ നിഷേധിച്ചു, ഞാൻ പോയിട്ടില്ല, അയാൾക്ക് തെറ്റുപറ്റിയതായിരിക്കും, ഞാൻ രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു, ഞാൻ അങ്ങോട്ടൊട്ടതും പോയിട്ടില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ബെന്നിക്ക് ഈ കേസിൽ വലുതായിട്ട് താല്പര്യമൊന്നും ഇല്ലായിരുന്നു മുന്നോട്ട് പോകാൻ. അയാൾക്ക് ഈ കുട്ടി മരിച്ചതിൽ വലിയ വിഷമമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് മുന്നോട്ട് പോകണം, എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്നുള്ള മട്ടിലായിരുന്നു അയാൾ നിന്നിരുന്നത്. പക്ഷേ കുട്ടിയുടെ അമ്മയും കുട്ടിയുടെ സിസ്റ്ററും അമ്മൂമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വലിയ സീരിയസ് ആയിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അന്വേഷിച്ച് പിടിക്കണം എന്ന് പറഞ്ഞു. കാരണം അവർ പറഞ്ഞത് ഇവർ പറയുന്നത് പോലെ ഈ ശ്രേയ രാത്രിയിൽ എന്നിട്ട് നടക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല, കുട്ടി സ്വപ്നാടനം ഒന്നും ചെയ്യുന്ന കുട്ടിയല്ല, സോമനാംബുലിസം ഉള്ള കുട്ടിയല്ല അത്. അപ്പൊ അതുകൊണ്ട് നല്ല സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങുന്നതാണ്. അപ്പൊ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ഒരു ഒതുങ്ങിയ ടൈപ്പാണ് കുട്ടി, വളരെ ഒതുങ്ങിയ അച്ചടക്കത്തോടു കൂടി ആര് പറഞ്ഞാലും അനുസരിച്ച് നിൽക്കുന്ന ദൈവഭക്തിയുള്ള ഒരു കുഞ്ഞായിട്ടാണ് പറയുന്നത്. അതിന്റെ ചേച്ചിയെ പോലെ അല്ല, ചേച്ചി കുറച്ച് സ്മാർട്ടാണ്, പക്ഷെ ഈ കുട്ടി വളരെ മൈൽഡാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രായത്തിലുള്ള അങ്ങനെ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ അനുസരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ചിലപ്പോ ആ കുട്ടിയുടെ രാത്രിയിൽ 12 മണിക്ക് എണീറ്റ് വരണം, ഉണർന്നിരിക്കണം, ഞാൻ വന്ന് വിളിച്ചാൽ നിനക്ക് ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു വ്യക്തിത്വ വികസന ക്ലാസ് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഒരു മന്ത്രം പറഞ്ഞു തരാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ ഇനി അങ്ങനെ ചെയ്യിച്ചതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തെളിവൊന്നുമില്ല. എന്തായാലും ഇത്രയും അറിഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഈ അച്ഛനാണ് മുഖ്യ പ്രതി. അപ്പൊ അച്ഛനെ വിളിച്ച് ചോദ്യം ചെയ്യാതെ രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഈ ഫാദറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യത്തെ ചോദ്യം ചെയ്യലിന് അയാൾ പോലീസിൽ പറഞ്ഞ മൊഴിയുമായിട്ട് വ്യത്യാസപ്പെട്ട കുറെ മൊഴികൾ പറഞ്ഞു. രണ്ടാമത് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ അയാൾ അതിലും വ്യത്യാസമായിട്ട് പറഞ്ഞു. കുറച്ച് പരിഭ്രമം ഉണ്ടായിരുന്നു, നല്ലപോലെ വിയർക്കുന്നുണ്ടായിരുന്നു, AC മുറിയായിരുന്നു. കായംകുളം NTPCയുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ചോദ്യം ചെയ്തത്. അവിടെ ആകുമ്പോൾ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ, കുറച്ചുകൂടി ഒതുങ്ങിയ സ്ഥലമാണ്, ആൾക്കാരെ അറിയാതെ പത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ സ്വസ്ഥമായിട്ട് ഇന്ന് ചോദ്യം ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പൊ അങ്ങനെ ചോദ്യം ചെയ്യുന്നൊന്നും അയാൾ വലുതായിട്ട് ക്രാക്ക് ചെയ്തിട്ട് അയാൾ വളരെ പിടിച്ചു നിന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള, കുട്ടി എനിക്ക് അറിയില്ല എന്നുള്ള മട്ടില്. പക്ഷെ ഈ കുട്ടിയുമായിട്ട് അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള മട്ടില് ശ്രേയയുടെ അമ്മ പറഞ്ഞു. കൊച്ചച്ഛനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പള്ളിയിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും. അവർ താമസിക്കുന്നത് ഈ കൃപാഭവനത്തിന് വളരെ അടുത്താണ്. കൈതവന എന്ന് പറയുന്നത് AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവർ താമസിക്കുന്ന കളർകോട് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. പക്ഷെ വീട്ടിൽ നിന്ന് താമസിച്ച് പോയി വരാൻ പറ്റില്ല. അവിടെ നിന്ന് തന്നെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടാണ് കുട്ടികളെ അവിടെ ക്യാമ്പിൽ തന്നെ വിട്ടത്. പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുമല്ലോ, അപ്പൊ നോക്കിക്കൊള്ളുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. കുട്ടിയുടെ ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു, അതിന് വേറെ സംശയിച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ചെറിയ അച്ഛന്റെ മൊഴി രേഖപ്പെടുത്തി കുറെ ചോദ്യങ്ങൾ ചോദിച്ചതിൽ അയാൾ തിരിഞ്ഞും മറിഞ്ഞ് ഉത്തരം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും സംശയം കൂടി. അച്ഛന്റെ പഴയ ചരിത്രം പഠിച്ചു നോക്കിയാൽ അത്ര നല്ലതല്ല. അയാൾക്ക് പല സ്ഥലത്തു നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലയിടത്തും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്, ചില സിസ്റ്റർമാരുമായിട്ട് ചില അവിഹിതങ്ങൾ ഉള്ളതായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് മോശ സ്വഭാവമാണ്, ചില കുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇൻസ്റ്റൻസസ് ഇയാളുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചോദ്യം ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പോളിഗ്രാഫ് ചെയ്യണം, കാരണം നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് കള്ളമുണ്ട്, അതുകൊണ്ട് പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ചെയ്ത് സത്യമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് നിങ്ങൾക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. കാരണം നിർഭാഗ്യവശാൽ ആ വർഷം മെയ് മാസമാണ് സുപ്രീം കോടതി ഒരു ഉത്തരവ് ഇറക്കിയത്. പോളിഗ്രാഫ്, നാർക്കോ അനാലിസിസ്, ബ്രെയിൻ മാപ്പിംഗ് തുടങ്ങിയ പോലീസ് ഈ കുറ്റം തെളിയിക്കാനായി സസ്പെക്ടിന്റെ മുകളിൽ പ്രയോഗിക്കുന്ന കാര്യങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവുണ്ടായിരുന്നു. കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, അതായത് പോലീസിന്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പാടില്ല, അത്യാവശ്യം എന്ന് തോന്നുന്ന ഘട്ടത്തിൽ കോടതിയുടെ അനുവാദത്തോടു കൂടി ചെയ്യാം, പക്ഷെ അതിന് മുമ്പായിട്ട് ഈ ആരെയാണോ സംശയിക്കുന്നത് അയാള് അതിന് അനുവാദം തരികയും വേണം, അയാളുടെ കൺസെന്റും കൂടെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അയാളോട് ചോദിച്ചത്, നിങ്ങൾ തയ്യാറാണോ
ഈ ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന് പങ്കെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ഒരു പോളിഗ്രാഫ് നാർക്കോ അലയൻസിൽ എന്ത് ടെസ്റ്റിന് വേണമെങ്കിലും ഞാൻ വരാം, എനിക്ക് തയ്യാറാണ്, എനിക്ക് അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ പോയി DGP കണ്ട് ഈ വിവരങ്ങളൊക്കെ ധരിപ്പിക്കുകയും ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് കോടതിയിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം ഇയാൾ നാർക്കോ അനാലിസിന് വിധേയനാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ കോടതിക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു. കോടതി ആ റിക്വസ്റ്റിന്റെ പുറത്ത് ഇയാളെ വിളിച്ചു, ഇയാളുടെ അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് നാർക്കോ അനാലിസിസ് ഓർഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ആരോഗ്യം വളരെ മോശമാണ്, പോലീസിനെ നിരന്തരം ഹരാസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വളരെയധികം തളർന്നിരിക്കുകയാണ്, BP കൂടിയിരിക്കുകയാണ്, എന്നെ നാർക്കോ അനാലിസിസിനോ പോളിഗ്രാഫിനോ ഒന്നും വിധേയനാക്കരുത്, എനിക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അപ്പൊ അതും കൂടെ ആയപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സംശയമായി. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായി. കാരണം വളരെ വിശദമായിട്ട് ഫോറൻസിക് ടീമിനെ നമ്മൾ ഒന്നും കൂടി അവിടെ വിട്ട് എല്ലായിടവും പരിശോധിപ്പിച്ചു. ആ സമയം ശ്രേയ കിടന്ന മുറിയുടെ വാതിലിന്റെ മുകളിൽ നിന്ന് ഞങ്ങൾ ഒരു ഹാൻഡ് പ്രിന്റ്, കംപ്ലീറ്റ് പാം പ്രിന്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്തെടുത്തു. നമ്മുടെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ് ലിഫ്റ്റ് ചെയ്തെടുത്തു. അത് വിചിത്രമായിട്ടൊരു കാര്യമായിരുന്നു. കാരണം ഈ സംഭവം നടന്ന ഏകദേശം 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. സാധാരണ ഉള്ള സ്ഥലത്തല്ലാതെ ഇരുന്നത്. ഈ കുട്ടി കിടന്ന കോട്ടേജ്, എല്ലാ കോട്ടേജുകളും കെട്ടിയിരിക്കുന്ന 3-4 പടി കയറി മോളിൽ പോയിട്ട് പൊങ്ങിയ ഒരു സ്ഥലത്ത് കുറച്ച് പൊക്കത്തിലാണ് കോട്ടേജ് ഉള്ളത്. അപ്പൊ ഡോറിലോട്ട് കൈ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് താഴെ നിന്നാണെങ്കിൽ കുറച്ച് താഴത്തെ ലെവലിലേ എത്തുള്ളൂ, ഡോറിന്റെ താഴ്ഭാഗത്തെ കൈ എത്തുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരാൾ പടിയുടെ താഴെ നിന്നുകൊണ്ട് കൈ വെച്ച് ഇങ്ങനെ തള്ളി തുറന്നതുപോലെയുള്ള മട്ടിലായിരുന്നു. ആ നല്ല വ്യക്തമായിട്ടുള്ള ഫുൾ പാം പ്രിന്റ് ആണ് ഇങ്ങനെ അതിൻ്റെ അകത്ത് കിടന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഫോറൻസിക് എക്സ്പേർട്സ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അന്നത്തെ ഡയറക്ടർ ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്നോട് പറഞ്ഞത്, മാഡം ഈ ആളെ കൊച്ചച്ഛനെ ധൈര്യമായിട്ട് ഇതിന്റെ പുറത്ത് വെച്ച് നമുക്ക് അറസ്റ്റ് ചെയ്യാം. കാരണം ഈ പാം പ്രിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെ തൊട്ടാ വരില്ല, ഇങ്ങനെ ശക്തമായിട്ട് ഡോറിൽ പിടിച്ച് തള്ളിയാൽ മാത്രമേ വരുള്ളൂ. അതുപോലെ മിക്കവാറും ഇത് കുട്ടി അകത്ത് ഉണ്ട്, അതിനെ ഉണർന്നിരിക്കാൻ പറഞ്ഞ ശേഷം ആള് രാത്രിയിൽ പോയി ഡോർ ഇങ്ങനെ തള്ളി തുറന്ന് ആ കൊച്ചിനെ വിളിച്ച് വെളിയിൽ വരട്ടി കൊണ്ടുപോയതിന്റെ തെളിവായിരിക്കാം. കൂടാതെ കുഞ്ഞിനെ കൊണ്ടുപോയി അതിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കുതിറി ഓടിയപ്പോൾ പിടിക്കാൻ പുറകെ പോയി, അങ്ങനെ പേടിച്ച് പോയി കുളത്തിൽ വീണതായിരിക്കാം എന്നൊക്കെയുള്ള ഒരു അസംഷൻ, ഒരു സാഹചര്യ തെളിവുകൾ കൊണ്ട് അങ്ങനെ ആയിരിക്കാം എന്നുള്ള മട്ടിൽ പറഞ്ഞപ്പോൾ ഈ കണ്ടുപിടുത്തവും വെച്ചുകൊണ്ട് ഞാൻ DGP അടുത്ത് വീണ്ടും പോയി പറഞ്ഞു, സാർ നമുക്ക് അറസ്റ്റ് ചെയ്യാം, ഇയാളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് വിൻസെന്റ് പോൾ സാറായിരുന്നു ADGP ക്രൈംസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം കുഴപ്പമില്ല നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ DGP അടുത്ത് സംസാരിച്ചു. എന്തായാലും പോളിഗ്രാഫ് നടക്കുന്നില്ല, അറസ്റ്റിന്റെ കാര്യം അദ്ദേഹം ആലോചിച്ചിട്ട് പറയാം, കുറച്ചും കൂടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന സമയത്ത് എന്നെ ഒരു ബിഷപ്പ് വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എന്നെ വിളിപ്പിച്ചു. എന്തോ ഒരു അത്യാവശ്യമുണ്ട്, ഞാനൊന്ന് വന്ന് കാണാമോ എന്ന് ചോദിച്ചു വിളിപ്പിച്ചാൽ ഞാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു ആസ് എ പോലീസ് ഓഫീസർ. പക്ഷെ ഞാൻ ചെന്നതിന്റെ ഉദ്ദേശം, ഞാൻ അവിടെ നേരത്തെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. മാരിവാനീസ് കോളേജിലാണ് എൻ്റെ മോൻ ഗ്രാജുവേഷന് പഠിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരു ദിവസം പോയപ്പോൾ കണ്ടിരുന്നു. അന്ന് അദ്ദേഹം വളരെ നല്ല രീതിയിൽ എന്നോട് പെരുമാറിയിട്ടുണ്ട്. അപ്പൊ ഇത്ര നല്ല ഒരു ആൾ എന്നെ വിളിക്കുമ്പോൾ ഇത് വേറെ എന്തെങ്കിലും കാര്യം, ചിലപ്പോൾ കോളേജുമായിട്ട് സംബന്ധിച്ച കാര്യം പറയാനും ഒക്കെ ആകാം. പക്ഷെ എന്റെ മനസ്സിൽ കൂടെ ആദ്യം പോയത് ഈ ഒരു കേസ് അത്ര പ്രധാനപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് തന്നെ സംശയം ചോദിക്കാനായിരിക്കും. ഞാൻ ഇതും DGPയോട് പറഞ്ഞു, സാർ ഇങ്ങനെ ബിഷപ്പ് വിളിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞ് പോയി കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, പൊക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഇതിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചത്, കേസിനകത്ത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ തെളിവുണ്ട്, നമുക്കിങ്ങനെ 2-3 തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അപ്പൊ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചെയ്തേക്കും, അല്ലാതെ നമുക്ക് കേസ് തെളിയില്ലല്ലോ, ചോദ്യം ചെയ്യണമെങ്കിൽ ഈ കസ്റ്റോഡിയൽ ഇന്റർറോഗേഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പറ്റും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോ ആഭ്യന്തരമന്ത്രി എന്നെ ഫോണിൽ വിളിച്ചു. ആഭ്യന്തരമന്ത്രി എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്, പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, വളരെ ഫ്രണ്ട്ലി ആണ് അദ്ദേഹം. ഇപ്രാവശ്യം എന്നെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ശ്രീലേഖ എനിക്ക് ഉപകാരം ചെയ്യുമോ എന്നായിരുന്നു. ഞാൻ ഉപകാരം ചെയ്യുന്നു അതെന്തുവാ? അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തോ, ഉപകാരം എന്ന് പറയുന്നത് അദ്ദേഹം കേസിനെ കുറിച്ച് പറയാനായിരിക്കും, ഈ കേസ് എങ്ങനെയെങ്കിലും എഴുതി തള്ളണം എന്നുള്ള ഉപകാരമായിരിക്കും അദ്ദേഹം ചോദിക്കുന്നത്. നല്ല പ്രഷർ കാണാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായിരിക്കും, എന്തായാലും എന്താ സർ ഉപകാരം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എറണാകുളം റേഞ്ചിൽ ഐജിയായിട്ട് പോകാമോ. ഞാനിനി ഞെട്ടിപ്പോയി. ഞാൻ വിളിച്ചു എറണാകുളം റേഞ്ചിൽ ഐജിയായിട്ട് പോകുന്നത് ഉപകാരമോ? കാരണം ലോ ആൻഡ് ഓർഡർ പൊസിഷനിലെ യൂണിഫോം ഒക്കെ ഇട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എല്ലാ IPS ഓഫീസറിന്റെ സ്വപ്നമാണ്. അപ്പൊ അതിനു വേണ്ടി എന്തും ചെയ്യും അവര്, ആരുടെ കാലിലും വീഴും, ആരോടും ചോദിക്കും, എന്തും പറയും, ഏതൊക്കെ രീതിയിൽ ശ്രമിക്കാവോ അതൊക്കെ ശ്രമിക്കും. ഒന്നും ചെയ്യാതെ സ്വസ്ഥമായിട്ട് ക്രൈംബ്രാഞ്ചിൽ ഒന്ന് ജോലി ചെയ്യുന്ന എൻ്റെ അടുത്ത് വിളിച്ച്
റേഞ്ചിൽ പോവാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതൊരു ഞെട്ടായി. കൂടാതെ അവിടെ ഇരിക്കുന്ന ഓഫീസർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിക കാലം ആയിട്ടില്ല അവിടെ പോയിട്ട്, മാറ്റേണ്ട സാഹചര്യം ഇല്ല. ഹസ്ബൻഡ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കുറെ നാളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ വന്നിട്ട് 1 വർഷം പിന്നിട്ടു. അപ്പോഴും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോ ഹസ്ബൻഡിന്റെ ട്രാൻസ്ഫർ ആ ഒരു സമയത്ത് തൊട്ട് മുമ്പായിട്ട് ശരിയായി ഓർഡർ ആയിട്ടിരിക്കുന്ന സമയമാണ് തിരുവനന്തപുരത്തേക്ക്. ഇപ്പൊ ട്രിവാൻഡ്രത്തേക്ക് ഹസ്ബൻഡ് വരുന്നു എന്നുള്ള സന്തോഷം നമുക്ക് ഒരുമിച്ച് ഫാമിലി ആയിട്ട് കഴിയാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ അടുത്ത് എറണാകുളത്ത് പോകാൻ പറയുന്നത്. 5 മാസത്തിനകം ഇലക്ഷൻ വരികയാണ്, നിയമസഭാ ഇലക്ഷൻ 5 മാസത്തിനകം വരികയാണ്. അപ്പൊ ജനുവരിയിൽ എന്നോട് പറയുന്നു മെയ് ജൂൺ ആകുമ്പോൾ ഇലക്ഷൻ വരും. അപ്പൊ അത്രയും സമയത്തേക്ക് ഒരാളെ മാറ്റേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ഞെട്ടലാണ്. ഞാൻ ഇത്രയധികം പുരുഷ കേസരിമാരുള്ളപ്പോ ഈ റേഞ്ചിൽ പോകാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുള്ളപ്പോ എന്നെ പിടിച്ച് അവിടെ ഇരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാനിത് ഡി ജി പി എടുത്ത് വന്നു. സാർ ഇങ്ങനെ ഡി ജി പി എന്റെ പ്രസൻസിലാണ് വിളിച്ചത്, ഞാനും കൂടെ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കേട്ട് പറയുന്നതാണ്. ഞാൻ സാർ ഞാനിങ്ങനെ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, ഓർഡറായി, ഞാൻ അവിടെ പോയാൽ ഇത്ര 5 മാസത്തേക്ക് ഞാൻ അവിടെ പോയി എന്തായാലും ഇലക്ഷൻ കഴിയുമ്പോഴേക്കും പുതിയ സർക്കാർ മാറി വന്നാൽ മാറ്റമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് ഉറപ്പില്ലല്ലോ പുതിയ സർക്കാർ വരുന്നുള്ളൂ. എന്തായാലും ശ്രീലേഖനുള്ള അത്ര വിശ്വാസം കൊണ്ടല്ലേ ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞത്, പോയി ചാർജ് എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറ്റി എറണാകുളം റേഞ്ചിലേക്ക് വിടുകയാണ്. ഇപ്പൊ ശ്രേയ കേസാണ് ഞാൻ അവസാനമായി അന്വേഷിച്ച കേസ്. പക്ഷെ അതൊരു ക്രാക്ക് ചെയ്ത് ഒരു തുമ്പെത്താറായപ്പോ എന്നെ പിടിച്ച് മാറ്റി എന്നുള്ളത് അപ്പൊ എന്റെ മനസ്സിൽ കൂടെ പോയില്ല. ഞാൻ അപ്പൊ വിചാരിച്ചത് എറണാകുളം റേഞ്ചിൽ എന്തോ അത്യാവശ്യമായിട്ട് ആർക്കും പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഉണ്ടായിരുന്ന ഓഫീസറിനെ തൃശ്ശൂർ റേഞ്ചിലോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ എറണാകുളത്താണെങ്കിൽ DIG ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, ഏകദേശം അതേ ജോലി. അപ്പൊ കൂടുതൽ ഇനി IG ആയിട്ട് എന്നെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. പക്ഷെ എന്നാലും എന്നെ അവിടെ ഒരു IG ആയിട്ട് പോസ്റ്റ് ചെയ്ത് തന്നെ പറഞ്ഞു വിട്ടു. പക്ഷെ അവിടെ ചെന്ന് ചാർജ് എടുത്ത സമയത്ത് പുതിയ ഒരാളെ ക്രൈംബ്രാഞ്ചിൽ പോസ്റ്റ് ചെയ്ത ശേഷമാണ് എനിക്കത് മനസ്സിൽ കൂടെ ശരിക്കും സ്ട്രൈക്ക് ചെയ്ത് പോയത്. ശ്രേയ കേസിനകത്ത് യാതൊരു വിധത്തിലുള്ള അറസ്റ്റും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്നെ അവിടെ നിന്ന് മാറ്റിയത്. അപ്പൊ അവര് നൈസായിട്ട് എന്നെ നല്ല രീതിയിൽ ഊരിയതാണ് അവിടുന്ന്. ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറ്റി എനിക്കൊരു നല്ല പൊസിഷൻ തരുമ്പോൾ ഞാൻ പ്രതിഷേധിക്കുകയില്ല, ആരും കുറ്റം പറയുകയില്ല. വിൻ വിൻ ആണല്ലോ, എല്ലാവർക്കും സന്തോഷമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കൂടാതെ ഈ കേസിനകത്ത് പിന്നീട് ഞാൻ അറിഞ്ഞത് വളരെയധികം മാറ്റങ്ങളാണ്. അതായത് ബെന്നി എന്ന് പറയുന്ന ശ്രേയയുടെ പിതാവ് പൂർണ്ണമായിട്ട് പോലീസ് അന്വേഷണവുമായിട്ട് നിസ്സഹകരണത്തിലായിരുന്നു, ഒട്ടുമായിട്ട് സഹകരിച്ചിരുന്നില്ല. കൂടാതെ അയാളെ വലിയ വണ്ടി വാങ്ങിയും ഭയങ്കര വലിയ ബിസിനസ് തുടങ്ങുകയൊക്കെ ചെയ്തു എന്നൊക്കെ കേട്ടു. ഒരു ജോലിയും ചെയ്യാതെ ഇരുന്ന ശ്രേയയുടെ അമ്മയ്ക്ക് സ്കൂളിലെ ടീച്ചറായിട്ട് ജോലി കിട്ടി. ഒരു ക്രിസ്തീയ മിഷൻ സ്കൂളാണ്, അവിടെ ടീച്ചറായിട്ട് ജോലി കിട്ടുകയും അവിടെ പോയി ജോലി ചെയ്യുകയും ചെയ്തു തുടങ്ങി. കൂടാതെ അവരും ഇതുപോലെ പോലീസ് അന്വേഷണത്തിൽ നിന്നും CBI അന്വേഷണത്തിൽ നിന്നും അവർ മാറി നിൽക്കണം, അവർ സഹകരിക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു കുഴപ്പമില്ല, എന്റെ മോൾ എന്തായാലും മരിച്ചുപോയി, എനിക്കിനി മോളെ തിരിച്ചു കിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കിനി ആരെയും ഫാദർമാരെയോ ഒന്നും അച്ഛന്മാരെയോ ഒന്നും അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല. അവർ പോലീസുമായിട്ട് സഹകരിക്കാൻ കൂട്ടാക്കിയില്ല. അവിടെയുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമാണ് പിന്നീട് കേസിന് എന്തെങ്കിലും മുന്നോട്ടുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് നടക്കുന്നത്. ഇത് ശ്രീ വേണുഗോപാൽ, കളർകോട് വേണുഗോപാലൻ നായർ എന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഇതുപോലെ വളരെയധികം കേസുകൾക്ക് തുമ്പുണ്ടാക്കാനും പോലീസ് അന്വേഷണത്തിന് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു പ്രോത്സാഹനം നൽകുകയും ചെയ്ത ഒരുപാട് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങൾ ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച് അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഉത്തരവുകൾ വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കറിയാവുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ കേസിൽ പിന്നീട് നാട്ടുകാർക്ക് താല്പര്യമില്ലാതായി, വീട്ടുകാർക്ക് താല്പര്യമില്ലാതായി, പള്ളിയുടെ വക റെസിസ്റ്റൻസ് കൂടുതലായി, എന്നിട്ടും ഇതിലൊന്നും സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാതെ ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയുടെ ഒറ്റ നിർബന്ധപ്രകാരം ഹൈക്കോടതിയിൽ പോയി കേസ് അവസാനം CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു. CBI ഈ കേസ് അന്വേഷിച്ച ശേഷം അതിനകത്ത് അനാസ്ഥ, കുറ്റകരമായ അനാസ്ഥ ആരോപിച്ചുകൊണ്ട് ക്രിമിനൽ നെഗ്ലിജൻസ് 304A 34 IPC വെച്ചുകൊണ്ട് ആ കോട്ടയത്തിന്റെ ചാർജ് ഉണ്ടായിരുന്ന സിസ്റ്ററിനെയും ആ ചെറിയ അച്ഛനെയും പ്രതികളാക്കി കേസ് ചാർജ് ഷീറ്റ് ചെയ്തു എന്നും അതിനെതിരെ CBI കോടതിയിൽ ശ്രീ കളർകോട് വേണുഗോപാലൻ നായർ മൂവ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഞാൻ അറിഞ്ഞ കാര്യം. എന്താണ് ഒരു ഹോമിസൈഡ് എന്നോ അല്ലെങ്കിൽ അപകടത്തിലേക്ക് നയിച്ച ഒരു രീതിയോ ഒക്കെ തെളിയിക്കുക എന്ന് പറഞ്ഞ പ്രയാസമായിരിക്കും. പാം പ്രിന്റ് അവിടെ ഫയലിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അത് ഉണ്ടോന്നോ ഇല്ലെന്നോ ഒക്കെയുള്ള ഇങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ ആരും ഒന്നും പറയില്ലല്ലോ, അങ്ങനെയുള്ള ഒരു അലസമായിട്ടുള്ള രീതിയിലൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരിക്കലും അത് തെളിവാവണം എന്നില്ല. അവിടെ ചാർജുള്ള അച്ഛനാണല്ലോ, പള്ളിയുടെയും ചാപ്പലിന്റെയും സ്ഥാപനത്തിന്റെ ചാർജുള്ള അച്ഛനാകുമ്പോൾ അദ്ദേഹത്തിന്റെ വീരലടയാളോ കൈയടയാളോ എന്നുള്ളതെങ്കിലും വരാം. അപ്പൊ സംഭവിച്ചതാണോ പിന്നീട് സംഭവിച്ചതാണോ
അത് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം സംഭവിച്ചതാണോ, അത് പ്രിന്റ് ആ സമയത്തെ ആണോ എന്നുള്ളതൊന്നും തെളിവില്ല നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള പല തെളിവുകളുടെ അഭാവത്തില് ഈ കുഞ്ഞ് മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു വ്യക്തി വിചാരിച്ചാൽ, അതും ഇതുപോലെ സ്വാധീനമുള്ള ഒരു വ്യക്തി വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ വരെ ഉപദ്രവിക്കാൻ സാധിക്കുമെന്നും ആ കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിച്ച് ജീവൻ നഷ്ടപ്പെട്ടാലും അയാളെ ഒരു ചുക്കും ആർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അത് ശരിക്കും ഷോക്കിംഗ് ആണ്, നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതിന് ആളെ സഹായിക്കാനായിട്ട് വളരെ വലിയ വലിയ ആൾക്കാര് നിലനിൽക്കുന്നു. അതിനുവേണ്ടി കാശ് ചെലവാക്കാനും ഇൻഫ്ലുവൻസ് ചെലുത്താനും ഒക്കെ ഒരുപാട് ആൾക്കാരെ ഉള്ളപ്പോൾ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ നഷ്ടപ്പെട്ട ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്താൻ ഒറ്റ വ്യക്തി മാത്രമേ ആ സമൂഹത്തിലുള്ളൂ എന്ന് പറയുന്നത്, ശ്രീ വേണുഗോപാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെപ്പറ്റി എന്തെങ്കിലും മനസ്താപം ഇപ്പോഴും ഉള്ളൂ എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനസാക്ഷി ഇപ്പോഴെങ്കിലും ഉണരണ്ടേ. ശ്രീ വേണുഗോപാലിനോട് ഞാൻ ഈയിടെ ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തായി കേസ് ശ്രേയയുടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ നിന്നിരുന്ന മറ്റ് ആൾക്കാരെല്ലാവരും, നാട്ടുകാരെല്ലാവരും പിൻവാങ്ങിപ്പോയി, ഇപ്പൊ ഞാനൊരു ഒറ്റയാൻ പോരാട്ടം പോലെ നടത്തുകയാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കട്ടെ, കോടതിയിൽ നിന്നൊരു നല്ല വിധി ഇതിനുണ്ടാകട്ടെ, കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ സംഭവ കഥ വിവരണം നിർത്തുകയാണ്. സസ്നേഹം, ശ്രീലേഖ.